നമസ്കാരം. ലോട്ടസ് ചാപ്റ്റർ ആൻഡ് റൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലോക സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിലൊന്നായ ദ വെജിറ്റേറിയൻ ആണ്. 2024 സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ് രചിച്ച ഈ കൃതി മനുഷ്യന്റെ മനസ്സിനെയും സമൂഹത്തെയും ആഴത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു അസാധാരണ നോവലാണ്. കഥയിലെ പ്രധാന കഥാപാത്രം യോങ് ഹെ എന്ന സ്ത്രീയാണ്. ഒരു ദിവസം ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് അവൾ മാംസം കഴിക്കുന്നത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. എന്നാൽ അവളുടെ ഈ വ്യക്തിപരമായ തീരുമാനം കുടുംബത്തിനും സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവളെ മനസ്സിലാക്കുന്നതിനു പകരം എല്ലാവരും അവളെ മാറ്റാൻ ശ്രമിക്കുന്നു. ഇത് ഒരു വെജിറ്റേറിയന്റെ കഥ മാത്രമല്ല, സ്വന്തം ശരീരത്തിലും ജീവിതത്തിലും തീരുമാനമെടുക്കാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചുള്ള ശക്തമായ ചോദ്യമാണ് ഈ നോവൽ ഉയർത്തുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം, മാനസികാരോഗ്യം, കുടുംബത്തിന്റെ നിയന്ത്രണം, വ്യക്തിത്വം എന്നിവയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഹാൻ കാങ് അവതരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, കഥ പ്രധാന കഥാപാത്രത്തിന്റെ ശബ്ദത്തിലല്ല പറയുന്നത്. അവളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. ഇത് വളരെ ശക്തമായ ഒരു രചനാ രീതിയാണ്. കാരണം സമൂഹം പലപ്പോഴും ഒരു സ്ത്രീയുടെ ശബ്ദത്തെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനാണ് കൂടുതൽ വില നൽകുന്നത് എന്ന യാഥാർത്ഥ്യം ഇതിലൂടെ എഴുത്തുകാരി മനോഹരമായി കാണിച്ചു തരുന്നു. ലളിതമായ ഭാഷയാണെങ്കിലും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാലും ഏറെ നേരം നമ്മളെ ചിന്തിപ്പിക്കും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വായനക്കാരുടെ പ്രശംസ നേടിയ ഒരു കൃതിയാണിത്. തന്റെ ഉടൽ ഒരു സസ്യമായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ പറയുന്ന വെജിറ്റേറിയൻ വ്യത്യസ്തമായ സാഹിത്യം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണനാണ്. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും മികച്ച പുസ്തക പരിചയങ്ങളും യാത്രാ വിവരണങ്ങളും കാണാൻ ലോട്ടസ് ചാപ്റ്റർ ആൻഡ് റൂട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.